ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. മൈഥിലിയെ സൂക്ഷിച്ചു വേണം നേരിടാൻ, അവള് ഒരു രാജവെമ്പാല തന്നെയാണെന്ന് മാലതി പറയുമ്പോൾ എല്ലാവരും അതിനെ ശരിവെക്കുകയാണ്. ചിലപ്പോ പണം കൊടുത്താൽ അവള് പോകുമായിരിക്കും, അങ്ങനെ ഒന്ന് സംസാരിച്ചു നോക്കിയാലോ എന്ന് മാലതി പറയുമ്പോൾ മീനാക്ഷിയോട് മൈഥിലിയെ വിളിച്ചു കൊണ്ടുവരാനായി രാജലക്ഷ്മി അമ്മ പറയുന്നു. അതേസമയം മൈഥിലി വൈശാഖിനെ വിളിച്ച് ഞാനിപ്പോ സ്വതന്ത്രയാണെന്നും ഇവിടെ എല്ലാവരും എന്നെ ഭയന്നാണിപ്പോ ജീവിക്കുന്നതെന്നും നമുക്കുടൻ തന്നെ കാണണമെന്നും പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് മൈഥിലി എല്ലാവരും അടുത്തേക്ക് ചെല്ലുന്നതാണ്. നിനക്ക് എത്ര പണം വേണമെങ്കിലും തരാമെന്നും ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോകണമെന്നും രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ എനിക്ക് പണമൊന്നും വേണ്ടെന്നും എൻ്റെ മോളെ മാത്രം മതിയെന്നും മൈഥിലി പറയുന്നു. എന്താണെങ്കിലും മോളെ കിട്ടുമെന്ന് നീ കരുതണ്ട, നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കാൻ എനിക്ക് നന്നായി തന്നെ അറിയാമെന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ കയ്യാങ്കളിയൊന്നും വേണ്ടെന്നും കൂടുതൽ കളിച്ചാൽ മീഡിയയുടെ മുന്നിൽ ഞാൻ ചെന്ന് പറയും എൻ്റെ ഭർത്താവായ ACP കാർത്തിക് അയാളുടെ കാമുകിയെ വിവാഹം കഴിക്കാനായി എന്നെ മനഃപൂർവ്വം വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയെന്നും എൻ്റെ കുഞ്ഞിനെ മുലയൂട്ടാൻ പോലും എന്നെ സമ്മതിക്കുന്നില്ലെന്നും പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, കുഞ്ഞിന് ഞാൻ പാല് കൊടുക്കാൻ പറഞ്ഞതിൻ്റെ തെളിവും എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു കോപ്പി മീനാക്ഷിയെ കാണിക്കുകയാണ് മൈഥിലി. ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മീനാക്ഷി. നിനക്ക് എന്ത് വേണമെങ്കിലും തരാം, നിനക്ക് എന്ത് വേണമെന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ മോളെ മാത്രം മതിയെന്നും അവളുടെ അമ്മ എന്നുള്ള സ്ഥാനം അത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നും മൈഥിലി പറയുന്നു. ഒന്നെങ്കിൽ നിങ്ങൾ എന്നെ ഇവിടെ നിർത്തണം, ഇല്ലെങ്കിൽ എൻ്റെ മോളെ തന്നേക്ക്, ഞാൻ ഇവിടുന്ന് പോയേക്കാം, ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് മൈഥിലി അവിടുന്ന് പോകുമ്പോൾ എല്ലാവരും വിഷമത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൈശാഖിനെയാണ്. മൈഥിലി വൈശാഖിനെ കാണാനായി ചെല്ലുന്നു. നടന്ന കാര്യങ്ങളെല്ലാം വൈശാഖിനോട് മൈഥിലി ചെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ടതിന് ശേഷം വൈശാഖ് പറയുകയാണ്, എനിക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട്, നിന്നോട് കുറച്ച് ദിവസങ്ങളായി ഞാനിത് ചോദിക്കണമെന്ന് കരുതുന്നു. നീ എന്തിനാ കാർത്തിക്കിന്റെ ഭാര്യയായി തുടരാൻ ആഗ്രഹിക്കുന്നെന്ന് കോടതിയിൽ ചെന്ന് പറഞ്ഞത്? അത് ചെമ്പകമംഗലംകാരെ ഒരു പാഠം പഠിപ്പിക്കാനാണെന്ന് മൈഥിലി പറയുമ്പോൾ മൈഥിലി, ചെമ്പകമംഗലംകാരെ ദ്രോഹിക്കുന്നതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടുത്തെ വാളുമെടുത്ത് ആ കുഞ്ഞിനെയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടണം, അത് മാത്രമാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ നീ ഇപ്പോ അങ്ങനെയൊന്നുമല്ലല്ലോ ചിന്തിക്കുന്നത്. ഇപ്പോഴും നിന്റെ മനസ്സിൽ കാർത്തി തന്നെയാണെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. മീനാക്ഷിയെ കരയിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മൈഥിലി പറയുമ്പോൾ മീനാക്ഷിയെ കരയിപ്പിക്കാൻ വേണ്ടി നീ എന്താ കാർത്തിയെ പോയി വീണ്ടും കെട്ടുമോ എന്ന് ദേഷ്യത്തോടെ വൈശാഖ് ചോദിക്കുന്നു. വൈശാഖെ, നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വൈശാഖിനെ സമാധാനിപ്പിക്കുകയാണ് മൈഥിലി. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. വിഷമത്തോടെ നിൽക്കുന്ന കാർത്തിയുടെ അടുത്തേക്ക് മീനാക്ഷി ചെല്ലുകയാണ്. മീനാക്ഷി, ഞാൻ രാജിവെച്ചാലോ എന്നാ ആലോചിക്കുന്നത്, എന്നിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് ഏതെങ്കിലും ഗ്രാമത്തിൽ പോയി താമസിക്കാമെന്നൊക്കെ കാർത്തി പറയുമ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കരുതെന്നും മീനാക്ഷി കാർത്തിയോട് പറയുന്നു. മൈഥിലിയെ തകർക്കാനായി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാകും എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി കാർത്തിയെ സമാധാനിപ്പിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.